ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റാണ്. ടെൻഡർ ടച്ച് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുവായ, സോഫ്റ്റ് ആയിട്ടുള്ള, ടച്ച് എന്ന് പറഞ്ഞാൽ തൊടൽ. അപ്പം മൃദുവായ തൊടൽ എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പേജ് നമ്പർ 8 ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മളുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ലെസണിലേക്ക് വരാം. സണ്ണി മോർണിംഗ് എന്നാണ് ഫസ്റ്റ് സെക്ഷൻ്റെ പേര്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം അല്ലേ. സണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലുള്ള. അപ്പോൾ എന്താണ്? സണ്ണി മോർണിംഗ്, ഒരു വെയിലുള്ള പ്രഭാതം. അതാണ് നമ്മളുടെ ഈ ഒരു സെക്ഷൻ്റെ ടൈറ്റിൽ വരുന്നത്. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. മോർണിംഗ് സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതത്തിലെ സൂര്യൻ അല്ലേ. സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. SUN, സൺ, അതാണ് സൂര്യൻ. SON, മകൻ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്താണ്? മോർണിംഗ് സൺ അല്ലേ, പ്രഭാത സൂര്യൻ. പീപ്ഡ്, പീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തി നോക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? പീപ്ഡ്, എത്തി നോക്കി. ത്രൂ ദ വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനൽ. അപ്പോൾ ജനലിനുള്ളിലൂടെ മോർണിംഗ് സണ്ണ്, പ്രഭാത സൂര്യൻ ഇങ്ങനെ എത്തി നോക്കി. അതായത് സൂര്യൻ ഉദിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. സഷ, സഷ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, മദർ കോൾഡ് സഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അപ്പോൾ എന്താണ്? നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ട് അല്ലേ. അതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രം. സഷ എന്നാണ് പേര്. അപ്പോൾ സഷേനെ അമ്മ വിളിക്കുകയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, സമയം ഒരുപാട് വൈകി എന്ന് അമ്മ പറയാണ്. അവളോട് എഴുന്നേൽക്കാൻ വേണ്ടി പറയാണ്. മദർ കോൾഡ് സഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. സോഫ്റ്റ് വോയിസ്, ഒരു മൃദുവായ ശബ്ദത്തോടു കൂടിയാണ് അമ്മ മകളെ വിളിച്ചത്. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. ഹാഫ് അസ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ഉറക്കത്തിലാണ്. ആരെ? സഷ. അപ്പോൾ ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പം നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലേ, അമ്മ വിളിക്കുകയാണ്, മോനെ അല്ലെങ്കിൽ മോളെ എഴുന്നേക്ക്, സമയം ഒരുപാടായി എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ കുറച്ചും കൂടെ കിടന്നുറങ്ങട്ടെ അമ്മേ എന്ന് പറയില്ലേ, നിങ്ങളൊക്കെ പറയും അല്ലേ. അതേപോലെ നമ്മളുടെ സഷയും പറയാണ്, ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ, ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ. നോ ഡിയർ, ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്, മദർ കെയിം ഇൻ ആൻഡ് ജെൻറ്റ്ലി പാറ്റഡ് ഹെർ. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നോ ഡിയർ, ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്, ഇപ്പം തന്നെ വൈകി മോളെ, ഇനി ഉറങ്ങണ്ടെന്നാണ് അമ്മ പറയുന്നത്. മദർ കെയിം ഇൻ, അമ്മ ആ റൂമിലേക്ക് വന്നു, സഷ കിടക്കുന്ന റൂമിലേക്ക് വന്നു. ആൻഡ് ജെൻറ്റ്ലി പാറ്റഡ് ഹെർ. പാറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷോൾഡറിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ തട്ടില്ലേ, അതിനാണ് പാറ്റ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഇവിടെ അമ്മ എന്താണ്? മൃദുവായിട്ട് ഇങ്ങനെ അവളെ തട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, മോളെ ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. അപ്പോൾ സഷ എന്ത് ചെയ്തു? ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എങ്ങനെയാണ്? റബ്ബിങ് ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ണ് തിരുമ്മി എഴുന്നേക്കില്ലേ, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ, അതേപോലെ സഷ ഇങ്ങനെ കണ്ണ് തിരുമ്മി ഇങ്ങനെ എഴുന്നേറ്റു. വാട്ട് ഈസ് ദാറ്റ് സ്മെൽ? ലവ്ലി, ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പം നല്ലൊരു സ്മെല്ല്, നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട്. ലവ്ലി, നല്ല മണമാണ് കേട്ടോ. ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പം സഷ എന്ത് ചെയ്തു? ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ്. ഇങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെ സ്മെല്ല് ചെയ്തു. എന്നിട്ടോ ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. അവൾ വേഗം കിച്ചണിലേക്ക് ഓടി, അടുക്കളയിലേക്ക് ഓടി. അവിടെ നിന്നാണ് അപ്പോൾ സ്മെല്ല് വരുന്നത്. മദർ ഫോളോഡ് ഹെർ. അമ്മ അവളെ ഫോളോ ചെയ്ത് അവളുടെ പുറകെ പോയി. താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് സഷ റഷ് ടു ദ കിച്ചൺ? എന്തിനാണ് സഷ വേഗത്തിൽ തന്നെ കിച്ചണിലേക്ക് ഓടിയത്? എന്തിനാണ്? സഷയ്ക്ക് എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ കിച്ചണിലേക്ക് പോയത്. വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? എന്തായിരിക്കും അവൾ കിച്ചണിൽ കാണുക? അടുക്കളയിൽ എന്തായിരിക്കും അവൾ കാണുന്നുണ്ടാവുക എന്നാണ് ചോദ്യം. അത് നമുക്ക് അടുത്ത സെക്ഷൻ വായിക്കുമ്പം മനസ്സിലാകും. സഷാസ് ഫേവറേറ്റ് സ്നാക്ക്, അതാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട അല്ലേ. സ്നാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പലഹാരം. അപ്പോൾ സഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം, അതാണ് ടൈറ്റിൽ. അപ്പോൾ ഇതെന്താണ് പലഹാരം എന്ന് നമുക്ക് നോക്കാം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ എന്താണ്? കിച്ചണിൽ, അടുക്കളയിൽ വളരെ തിരക്കിലാണ്, ബിസിയാണ്, എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്താ ഉണ്ടാക്കുന്നത്? സഷയുടെ ഫേവറേറ്റ് സ്നാക്കാണ്. ഇവിടെ നമുക്ക് കാണാം കിച്ചണിൽ അച്ഛനാണല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ
സാധാരണ വീടുകളിലൊക്കെ അമ്മമാരാണ് കുക്ക് ചെയ്യുക, അത് അമ്മയുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? പക്ഷേ അതങ്ങനെയാണോ? അത് ശരിയാണോ? അമ്മയ്ക്ക് ഇന്ന ഡ്യൂട്ടി, അച്ഛൻ ഇന്ന ഡ്യൂട്ടി, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അച്ഛനെയാണ് നമ്മൾ കാണുന്നത്. എന്താണ്? മകൾക്ക് സ്നേഹത്തോടുകൂടെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരച്ഛൻ അല്ലേ? ഇനി നമുക്ക് ബാക്കി നോക്കാം. സഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഇസ് റെഡി, ഹി സെഡ്. അപ്പം അച്ഛൻ പറയാണ്, സഷ നിൻ്റെ ഫേവറേറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? അപ്പോൾ സഷ ആസ്റ്റ്. സഷ അമ്മേനോട് ചോദിക്കുകയാണ്, അമ്മേ ഞാൻ ഇതിൽ കുറച്ചെണ്ണം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ എന്ന് ചോദിക്കുകയാണ്. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെറ്റ്. അപ്പോൾ അമ്മ പറയാണ്, ഓ പിന്നെന്താ, നീ കൊണ്ടുപോയിക്കോ, സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അതിന് മുന്നേ എന്ത് ചെയ്യണം? ഗോ ആൻഡ് ഗെറ്റ് റെഡി, വേഗം പോയി റെഡി ആവും സ്കൂളിൽ പോകാൻ എന്ന് പറയാണ്. മദർ സെറ്റ്, അമ്മ പറഞ്ഞു. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. എന്താണ് പറയുന്നത്? അവൾ വാഷ്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഹമ്മിങ് എ ട്യൂൺ, ഒരു മൂളിപ്പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ബാത്റൂമിൽ മൂളിപ്പാട്ട് പാടുന്നവരായിരിക്കും, ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം പാടുന്നവരായിരിക്കും അല്ലേ? അതേപോലെ ഒരു കുഞ്ഞു കുട്ടിയാണ് സഷ. അപ്പം അവളും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സഷ, ആറൻറ്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹർ ഫ്രണ്ട്. അപ്പം നവീൻ ആരാണ്? സഷയുടെ ഫ്രണ്ടാണ്. അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, സഷ ആറൻറ്റ് യു റെഡി യെറ്റ്? നീ ഇതുവരെ റെഡി ആയില്ലേ? അവൻ്റെ അതായത് സഷയുടെ ഫ്രണ്ട് നവീൻ ചോദിക്കുകയാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ സഷേനെ സ്കൂളിലേക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഗേറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആര്? നവീൻ. അപ്പോൾ ചോദിക്കുകയാണ്, നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. ജസ്റ്റ് 5 minutes, സഷ ഹറീഡ് അപ്പ്. അപ്പം സഷ പറയാണ്, ഒരു 5 minute, ഞാനിപ്പോൾ വരാം. അപ്പം സഷ വേഗം റെഡി ആവാണ് കേട്ടോ. ഇനി ഇതാ 2 questions ഉണ്ട്, നോക്കാം. വാട്ട് ഈസ് സഷാസ് ഫേവറേറ്റ് സ്നാക്ക്? എന്താണ് സഷയുടെ ഫേവറേറ്റ് സ്നാക്ക്? അതിവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാം. ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. ഇത് കുട്ടികളോടുള്ള ചോദ്യമാണ്, അവരുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവരോട് ചോദിക്കാം, തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അവർ ആൻസർ ചെയ്യട്ടെ, അവർ ചിന്തിക്കട്ടെ എന്തായിരിക്കും എന്നുള്ളത്, എന്നിട്ട് അവർ ആൻസർ ചെയ്യട്ടെ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യാം കേട്ടോ കുട്ടികളെ. എന്ത് സ്നാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്കോ ഒക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. സഷയ്ക്കും അത് തന്നെയാണോ ഇഷ്ടം നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ സർപ്രൈസ്, അതാണ് നെക്സ്റ്റ് സെക്ഷൻ്റെ പേര്. സർപ്രൈസ് ആണ്. നോക്കാം നമുക്കത് എന്താണെന്ന്. സഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. അപ്പം സഷയും നവീനും റീച്ച്ഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്, ബെല്ലടിക്കുന്നതിന് മുൻപ്, സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നവീനും സഷയും സ്കൂളിൽ എത്തിച്ചേർന്നു. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട് ഇസ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്റ്റ്. നവീൻ സഷേനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഇറ്റ് സ്മെൽസ് നൈസ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ലൊരു നൈസായിട്ടുള്ള മണം വരുന്നുണ്ട്. വാട്ട് ഇസ് ഇൻ യുവർ ബാഗ്? നിൻ്റെ ബാഗിൽ എന്താണ്? ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ വൈൽ. അപ്പോൾ സഷ പറയാണ്, ഇതൊരു സർപ്രൈസാണ്, നീ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും. സഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അപ്പം സഷ അവളുടെ ടിഫിൻ ബോക്സ് എടുത്തു, എന്നിട്ട് അത് തുറന്നു. വൗ, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. നവീൻ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ പറയാണ്, ആ ഉണ്ണിയപ്പം, വൗ, അവനും ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സഷ. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ടിഫിൻ ബോക്സ് തുറന്നതിൻ്റെ സ്മെല്ലും അത് കണ്ടവരും ഒക്കെ കൂടെ എന്ത് ചെയ്തു? സഷേൻ്റെ അടുത്തേക്ക്, ടുവേർഡ്സ് സഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സഷേൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺ, നവീൻ സെറ്റ്. അപ്പം നവീൻ പറയാണ്, വെയിറ്റ്, ഡോണ്ട് റഷ്, തിരക്ക് കൂട്ടല്ലേ, വെയിറ്റ് ചെയ്യേ. ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺ, എല്ലാവർക്കും ഉള്ളത് ഉണ്ട്, നവീൻ സെറ്റ്. നവീൻ പറഞ്ഞു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സമ്മൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. അറ്റ് ദാറ്റ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, സമ്മൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ, ആ ഒരു വിൻഡോൻ്റെ അടുത്ത് ആരോ ഒന്ന് വന്നു. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനലല്ലേ? അപ്പം അവരുടെ ക്ലാസ് റൂമിൻ്റെ ജനലിൻ്റെ അരികിലായിട്ട് ആരോ ഒന്ന് വന്ന് നിന്നു. ഹേയ്, ഹൂ ഇസ് ദാറ്റ്? സഷ ആസ്റ്റ്. അപ്പം ഏയ് ആരാണത് എന്ന് ആര് ചോദിച്ചു? സഷ ചോദിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. സഷ സോ സംബഡി അറ്റ് ദ വിൻഡോ, ഹൂ കുഡ് ദാറ്റ് ബി? അപ്പോൾ സഷ ഒരാളെ ആ ഒരു വിൻഡോൻ്റെ അടുത്തായിട്ട് കണ്ടിട്ടുണ്ട്, അതാരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കാം നമുക്ക് ആരാണെന്ന്. കുട്ടികൾ വെറുതെ ഒന്ന് ഗസ് ചെയ്യട്ടെ, അവരുടെ എന്താണ് ആ ഒരു ചിന്തയൊക്കെ ഒന്ന് വളരട്ടെ, അവർ ആരാണെന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സഷ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ബോക്സ് തുറക്കുന്നതും കുട്ടികളൊക്കെ ഇതാ അടുത്ത് സഷേൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം അല്ലേ? വന്ന് നിൽക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം.
എ ഗേൾ അറ്റ് ദ വിൻഡോ. അപ്പോൾ ഒരു ഗേളാണ് ആ വിൻഡോൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അതാണ് ഈ ഒരു സെക്ഷൻ്റെ ടൈറ്റിൽ. അപ്പം നമുക്ക് മുന്നേ പഠിച്ച ആ ഒരു പേജിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ആരാണ്? ഒരു ഗേളാണ്. അത് ആരാണെന്ന് നമുക്ക് നോക്കാൻ വഴിയേ. ഓക്കെ, നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീന് ആ ഒരു വിൻഡോൻ്റെ അടുത്തേക്ക് നോക്കി. അപ്പോൾ ആരെ കണ്ടു? ഒരു ഗേളിനെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവെയർ ഹി സെഡ്. അപ്പോൾ നവീൻ പറയാണ്, ഐ ഹാവ് സീൻ ഹെർ സംവെയർ. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. നവീൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. അപ്പോൾ ആ ഒരു ഗേള് ഇവരെ വളരെ ക്യൂരിയസ് ആയിട്ട് ജിജ്ഞാസയോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അപ്പോൾ അവളുടെ മെസ്സി ഹെയർ എന്ന് പറഞ്ഞാൽ കെട്ടി വെച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്ന മുടിയാണ്. ആ ഒരു ഹെയർ എന്താവുന്നുണ്ട്? സ്വിങ്ങിങ് ഇൻ ദ വിൻഡിൽ കാറ്റത്ത് ഇങ്ങനെ ആടുന്നുണ്ട് അവളുടെ ആ ഒരു മെസ്സി ആയിട്ടുള്ള ഹെയർ. ഷീ ലുക്ക്ഡ് വെരി ടയർഡ്. അവളെ കാണാൻ എന്താണ്? വളരെ ക്ഷീണിതയാണ്. സഷ വെൻറ്റ് ടു ദ വിൻഡോ. അപ്പോൾ സഷ എന്ത് ചെയ്തു? ആ ഒരു വിൻഡോൻ്റെ അടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സഷ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഉണ്ണിയപ്പം ആ ഒരു കുട്ടിക്ക് കൊടുത്തു, ഓഫർ ചെയ്തു. ഇതാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നേരെ നീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ ഒരു ഗേൾ എന്താ ചെയ്തത്? ആ ഒരു ഉണ്ണിയപ്പം ഒന്നും വാങ്ങാണ്ട് അവൾ ഓടിപ്പോയി. സഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. ഐസ് ഫോളോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ പുറകെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഷ ആ ഒരു ഗേളിനെ തന്നെ നോക്കി നിന്നു അവൾ ഓടി മറയുന്നത് വരെ. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്. അപ്പം ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. ആ ഒരു ഗേള് പോയി എന്നുള്ളതാണ്. ബിഹൈൻഡ് ദ ബുഷസ്, കുറ്റിക്കാട്. ബുഷസ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട്. കുറ്റിക്കാടിൻ്റെ ആ ഒരു മറവിലേക്ക് അവളങ്ങ് പോയി. വേർ ഡസ് ഷീ ലീവ്? അവൾ എവിടെയാണ് താമസിക്കുന്നത്? സഷ ആസ്ക്ഡ് നവീൻ ഹൂ വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അപ്പം ബിഗ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കടി ഓഫ് ഉണ്ണിയപ്പത്തിൻ്റെ വലിയൊരു കടി ഇങ്ങനെ കഴിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നവീനോട് സഷ ചോദിക്കുകയാണ് അവൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന്. ഐ ഡോണ്ട് നോ ഹി സെഡ്. എനിക്കറിയില്ല എന്ന് നവീൻ പറഞ്ഞു. പുവർ ഗേൾ ഹർ ക്ലോത്ത്സ് ആർ ടോൺ, സഷ സെഡ്. അപ്പോൾ പാവം പെൺകുട്ടി, അവരുടെ ക്ലോത്ത്സ്, അതായത് വസ്ത്രമൊക്കെ എന്തായിട്ടുണ്ട്? ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീറിയിട്ടുണ്ട്. സഷ പറഞ്ഞു. വൈ ഡിഡിൻ ദ ഗേൾ അക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടായിരിക്കും ആ ഒരു കുട്ടി ഉണ്ണിയപ്പം അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ വാങ്ങാതിരുന്നത് എന്നാണ് ചോദ്യം. ഒരുപക്ഷെ എന്താണ്, ഈ കുട്ടിക്ക് സഷേനെയും ഫ്രണ്ട്സിനെയും ഒന്നും അറിയില്ല. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഈ ഉണ്ണിയപ്പം വാങ്ങാനുള്ള പേടി കൊണ്ടായിരിക്കും സഷേൻ്റെ കയ്യിൽ നിന്ന്, അല്ലേ? അപ്പോൾ അങ്ങനെ പല ആൻസേഴ്സ് ഉണ്ടാവും. അത് കുട്ടികൾ ആൻസർ ചെയ്യട്ടെ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഗേൾ കംസ് അഗെയിൻ. അതാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. ആ ഒരു പെൺകുട്ടി വീണ്ടും തിരിച്ചു വരുന്നു. The best of friends can change a frown into a smile when you feel down. Miss Anupama, their teacher, was singing a song in the class. അപ്പം ടീച്ചറുടെ പേര് അനുപമ. ആ ഒരു ടീച്ചർ എന്താണ്, ഒരു പാട്ട് പാടി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. എന്താണ് പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. അതായത് നിങ്ങൾ ഫീൽ ഡൗൺ, നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റി ചുളിക്കുക. അതായത് എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മൾ നെറ്റി ചുളിക്കുക, അല്ലേ? അപ്പോൾ ഫ്രൗൺ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റി ചുളിക്കുന്ന ആ ഒരു അവസ്ഥ. ഒരു അനിഷ്ടത്തെ സ്മൈലാക്കി മാറ്റാൻ ഒരു യഥാർത്ഥ ഫ്രണ്ടിന് കഴിയും എന്നുള്ളതാണ് ഈ ലൈൻസിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു പാട്ട് അനുപമ ടീച്ചർ ഇങ്ങനെ കുട്ടികൾക്ക് പാടിക്കൊടുക്കുകയാണ്. സഡൻലി സഷ സോ ദ ഗേൾ എഗെയിൻ അറ്റ് ദ ഡോർ. അപ്പോൾ സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. സഷ സോ ദ ഗേൾ എഗെയിൻ അറ്റ് ദ ഡോർ. സോ എന്ന് പറഞ്ഞാൽ കണ്ടു, എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. അപ്പോൾ സഷ ആ ഒരു പാവം പെൺകുട്ടി ഉണ്ടല്ലോ, വസ്ത്രമൊക്കെ കീറി പറഞ്ഞ, മുടിയൊക്കെ മെസ്സി ആയിട്ട് കിടക്കുന്ന, നേരത്തെ വന്നു പോയ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഡോറിനടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് സഷ കണ്ടു. സഡൻലി സഷ സോ ദ ഗേൾ എഗെയിൻ അറ്റ് ദ ഡോർ. വീണ്ടും ആ ഡോറിൻ്റെ അടുത്ത് ഈ ഒരു പെൺകുട്ടീനെ സഷ കണ്ടു. പുവർ ഗേൾ ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. അപ്പം സഷ പറയാണ്, സഷ മർമേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിച്ചു, അല്ലെങ്കിൽ പിറുപിറുത്തു, പതിയെ പറഞ്ഞു എന്നുള്ളത്. എന്താ പറഞ്ഞത്? പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടിക്ക് ഞങ്ങളെപ്പോലെ ഈ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കണം, ഞങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും എന്ന് ആര് ചിന്തിക്കുകയാണ്? ആര് മന്ത്രിക്കുകയാണ്, മർമറയാണ്? നമ്മളുടെ സാഷ. ലിസൺ സെഡ് ദ ടീച്ചർ,
ഹിയറിങ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. അപ്പം ടീച്ചർ പറയാണ് ലിസൺ, ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് ടീച്ചർ പറയുന്നത് കേട്ടിട്ട് ഹിയറിങ് ദ ടീച്ചേഴ്സ് വോയിസ്, ടീച്ചറിൻ്റെ വോയിസ് കേട്ടിട്ട് ദ ഗേൾ റാൻ അവേ, ആ ഒരു ഗേൾ എന്ത് ചെയ്തു, വീണ്ടും ഓടിപ്പോയി അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.